കേരളം വീണ്ടും വിദ്യാർത്ഥി സമരങ്ങൾ തുടങ്ങിയതായാണ് നമുക്ക് ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് കാണുന്നത്. മിക്കവാറും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ SFIയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ നടന്നു. ഓർത്തോണം, ഒരു 20 ദിവസം മുമ്പ് വരെ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനകളാണ് തെരുവിലിറങ്ങി പോലീസുകാരോട് ആക്രോശിക്കുന്നതും സമരം നടത്തുന്നതും. നമ്മുടെ പുതിയ തലമുറയെ ഇത്തരം സമരമുറുക്കങ്ങളിലേക്ക് നയിക്കുന്നതിന് പകരം യാഥാർത്ഥ്യബോധമുള്ള രാഷ്ട്രീയക്കാർ അവരെ ക്രിയേറ്റീവായി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അവരെ ക്രിയേറ്റീവായി മുമ്പോട്ട് കൊണ്ടുപോകാത്ത തരത്തിൽ ഇത്തരത്തിൽ സമരങ്ങളെ, കലാപരിപാടികളെ ഒക്കെ ആയിട്ട് ജനങ്ങളെ ബോറടിപ്പിക്കുന്ന വിദ്യാർത്ഥികളായിട്ട് മാറ്റുമ്പോൾ അടുത്ത തലമുറ നിങ്ങൾക്കെതിരാവുകയും ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ വലിയ ആക്രോശം പോലീസിനെതിരെ നടത്തുന്നവർ, ഈ വലിയ ആക്രോശം ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനെതിരെ ഇപ്പം പ്രത്യേകിച്ച് ഈ സമയത്ത്, പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റിനെ വിലയിരുത്താനുള്ള സമയമായിട്ടില്ല, സമൂഹത്തിൽ മാന്യന്മാരാകപ്പെടും എന്ന് വിചാരിക്കുന്നു? നിങ്ങൾക്ക് ഒരു മാസം മുമ്പ് നടന്ന ഇലക്ഷനിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ കാര്യം ബഹുമാനപ്പെട്ട CPMകാരാണ്. മറ്റൊന്നുമല്ല, ജനങ്ങളെ വെറുപ്പിച്ചതാണ്. നിങ്ങളുടെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഒക്കെ ജനങ്ങളെ വെറുപ്പിച്ചതാണ്. തുടർന്നും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയൊക്കെ നിങ്ങൾ സമരമുഖത്തേക്ക് ഇറക്കുമ്പോൾ അതിനകത്ത് പ്രത്യേകമായ ഒരു വ്യക്തമായ അജണ്ട ഉണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം നോക്കിയിരിക്കും, അവരൊന്നും മിണ്ടത്തില്ല. വിദ്യാർത്ഥികളുടെ സമരം ചാനലിൽ കാണുന്നു, TV കാണുന്നു, ആസ്വദിക്കുന്നു, സോഷ്യൽ മീഡിയയെ വിലയിരുത്തുന്നു. ചിലപ്പം കുറേ പേര് നല്ല കമൻറ്റ് ചെയ്യുന്നു, ചിലർ മോശപ്പെട്ട കമൻറ്റ് ചെയ്യുന്നു. പക്ഷെ സാധാരണ ജനങ്ങളൊന്നും മൈൻഡ് ചെയ്തില്ല. പ്രത്യേകിച്ച് ഇനിയും കൂടി സമരത്തിനൊന്നും ആവശ്യമില്ല. എന്തിനാ സമരങ്ങൾ? ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെതിരെയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പലതരത്തിൽ പ്രകടിപ്പിക്കാവുന്നതാണ്. അതിന് പോലീസിന്റെ നെഞ്ചത്ത് കയറിയിട്ടോ, നാട്ടുകാർക്ക് അസൗകര്യം ഉണ്ടാക്കിയിട്ടോ, നാട്ടുകാരുടെ മക്കളെ കുരുതി കൊടുത്തിട്ടോ അല്ല. സമരങ്ങൾ ആവശ്യമില്ലാത്തതാണ്. ശരിയല്ലേ പറഞ്ഞു?